നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ട്രോമയിൽ നിന്നാണ്. നിങ്ങളിപ്പോൾ ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ പോയി നിങ്ങൾ വളരെ എമ്പതായ ഒരു മനുഷ്യനായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ല സമൂഹത്തിൽ എന്നാണ് പറയുന്നത്. ബേസിക്കലി നിങ്ങളുടെ ഇൻഡിവിജ്വൽ പ്രോബ്ലമാണ് ഇതൊക്കെ. ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല. കാലാകാലങ്ങളായി പുരുഷബോധത്തിൽ സ്ത്രീയും പുരുഷനും ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് പുരുഷബോധമാണ് പ്രശ്നം, അല്ലാതെ പുരുഷനല്ല. വൾണറബിളായ പുരുഷന് വൾണറബിലിറ്റി കാണിക്കാൻ പ്രശ്നമാണ്. അവന്റെ ഒരു ഇത്തിരി മാൻലി സാധനം പോയി കഴിഞ്ഞാൽ പേടിക്കുന്ന പുരുഷന്മാരുണ്ട്. എനിക്ക് കൃത്യമായിട്ട് നല്ല ഫെമിനിസ്റ്റുകളായിട്ടുള്ള ഒന്നാം തരം പുരുഷന്മാരെ അറിയാം. പക്ഷെ അവരൊക്കെ തന്നെ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഞാൻ ഫെമിനിസ്റ്റ് ആണ്, ഞാൻ ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് എത്ര പുരുഷന്മാർ പറയുന്നുണ്ട്. അതെ, എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ബേസിക്കലി നീ ചെയ്യേണ്ട ഉത്തരവാദിത്തം നീ അങ്ങനെ ഏറ്റെടുത്താൽ മതി. അതായത് തൻ്റെ ഉത്തരവാദിത്തം താൻ എടുക്കുന്നതിന് ഞാൻ തന്നെ എന്തിനാണ് എൻ്റെ ഭർത്താവ് വലിയവരാണെന്ന് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഭർത്താവ് അയാളുടെ ഉത്തരവാദിത്തം എടുക്കുന്നു. ഹീ ഈസ് എ വെരി ഡീസൻറ്റ് മാൻ, ഐ റെസ്പെക്ട് ഹിം. അതാണ് അതിൻ്റെ ടൈം. അതുപോലെ തന്നെ എന്നെ റെസ്പെക്ട് ചെയ്താൽ മതി. ഈ ഒരു ഈക്വാലിറ്റി ന്യൂട്രൽ ടേംസ് ഒന്നും ഇല്ല. എത്ര നല്ല പുരുഷൻ, അവൾ അത്രയായിട്ടാ അല്ല. ഇതിൻ്റെ ഒരു തരം മറ്റേ പരിപാടി ഉണ്ടല്ലോ. അല്ല, അവളുടെ തുണി ഇടിയലൊക്കെ കണ്ടില്ല, അവളുടെ വേഷവും നടപ്പൊക്കെ കണ്ടില്ല. പിന്നെ എങ്ങനെ പറയാതിരിക്കുന്നത്? വായും കൊണ്ട് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. നിങ്ങൾ പറയും. ഇനിയിപ്പോൾ എന്ത് തുണി ഇട്ടാലും പറയും. തുണി മറിച്ച് കഴിഞ്ഞാൽ റേപ്പ് കുറയും. തനിക്ക് തോന്നുന്നുണ്ടോ? എവിടെ ഈ ഡിസ്ക്രിമിനേഷൻ എല്ലാ സ്പേസിലും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എവ്രിവെയർ. ഈവൻ ഒരു കൊച്ചു ആൺകുട്ടി അമ്മേൻ്റെ അടുക്ക ഡീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ കുടുംബ പശ്ചാത്തലത്തിൽ. ഒരു ആൺകൊച്ചല്ലേ, ഞാനെങ്ങനെ അടിക്കാതെ? പെൺകൊച്ച നന്നായിട്ട് അടിച്ച് തന്നെ അവളെ വളർത്തുന്നത്. ഇത് ഇപ്പോഴും ഉണ്ടോ? ദിസ് ഇസ് വെരി ടെറിഫിക്. ഞാൻ എൻ്റെ കൊച്ചിനെ അടിച്ചു കഴിഞ്ഞാൽ അവൾ എന്നോട് ചോദിക്കും എന്ത് റീസണാണ് അടിക്കുന്നത്. ഒറ്റ പ്രാവശ്യം എന്നാലും എനിക്ക് അടിക്കാൻ പറ്റിയിട്ടുള്ളൂ. 1-2 പ്രാവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഒന്ന് തട്ടാനൊന്ന് പറ്റിയത്. അപ്പം എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ എനിക്ക് മനസ്സിലാവുന്നൊരു സ്പേസിൽ ദിയയ്ക്ക് ദേഷ്യം വന്നപ്പോൾ അപ്സെറ്റ് ആയപ്പോൾ ദിയ എന്നാണ് എന്നെ വിളിക്കുന്നത്. ദിയ എന്തിനാ എന്നെ അടിച്ചത്, അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ എനിക്കത് പറയാൻ അറിയാമല്ല. ഇത്ര ക്ലിയർ ആയിട്ട് ഒരു കൊച്ചെന്നോട് പറഞ്ഞു തരാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, എൻ്റെതായ ഫ്രസ്ട്രേഷൻ, എൻ്റെതായ പ്രോബ്ലം കൊണ്ടാണ് ഞാനിത് അവളുടെ അടുക്ക കാണിച്ചത്. അതിന് നന്നായിട്ട് ഞാൻ സംസാരിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അവർക്ക് മനസ്സിലാവും. ടൈം എടുക്കുമായിരിക്കും, ബട്ട് എൻ്റെ ക്ഷമകേടാണ് എൻ്റെ പ്രവൃത്തിയുടെ പ്രശ്നം. അതെനിക്ക് മനസ്സിലായി. ഓരോരുത്തരുടെയും ക്ഷമകേടാണ് അവൻ പ്രവർത്തിക്കുന്നതും അതിൽ നിന്ന് മറ്റുള്ളവർ അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ. സോ തൻ്റെ പ്രോബ്ലം കഴിഞ്ഞ ദിവസം വരെ പുരുഷൻ ബയോളജിക്കലി ഇങ്ങനെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ആളാണ്. അത് സയന്റിഫിക്കലി നമ്മൾ ബയോളജിക്കലി അതുകൊണ്ട് അത് തൻ്റെ പ്രശ്നമല്ലേ? അല്ല, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ തലച്ചോറിൻ്റെ പ്രശ്നം. അതിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തുണിയില്ലാതെ നടക്കാൻ പാടില്ല. അപ്പൊ അവന് എറോഷ്യൽ സ്പേസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. അപ്പൊ അവന് എറോഷ്യൽ സ്പേസ് ഉണ്ടാവും. ഇത് എന്ത് കഷ്ടമാണ് തന്നെയല്ലേ പറയുന്നത്. അതായത് സ്വന്തം വൈഫിനോടാണ് എനിക്ക് പ്രണയമുള്ളൂ, സ്വന്തം വൈഫിനോടാണ് എനിക്ക് എല്ലാം ഉള്ളൂ. പക്ഷെ ഞാൻ വേറൊരു എക്സ്ട്രാ മറൈറ്റൽ അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി, അവിടെ എനിക്ക് ഇമോഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സ്ഥലം അവൻ ആ സ്ത്രീക്കും കൊടുക്കണം. ചേട്ടന് മാത്രമേ ഞാൻ പ്രണയിക്കുന്നുള്ളൂ, പക്ഷെ മറ്റേ ചേട്ടന്മാരോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം സ്ത്രീക്കും കൊടുക്കണം. അപ്പൊ പുരുഷൻ പറയണം എനിക്ക് സന്തോഷമായി ചേട്ടാ, എനിക്ക് സന്തോഷമായി മോളെ, നീ എന്നെ മാത്രമേ പ്രണയിക്കുന്നുള്ളല്ലോ, അവന്മാരോട് പോയിക്കോളൂ. കാരണം പുരുഷൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ല, ബോഡി കൗണ്ട്. സ്ത്രീ ഉപയോഗിക്കപ്പെട്ടവളാണ്, ഉപയോഗിച്ച് നശിച്ച ശരീരം, സെക്കൻഡ് ഹാൻഡ് ഗുഡ്. എന്താണ് വെജൈനയുടെ കണക്ക്, വെജൈനയുടെ ബ്രസ്റ്റിന്റെ സൈസ് കണക്ക് പറഞ്ഞ് സ്ത്രീനെ കുറിച്ച് സംസാരിക്കുന്ന പുരുഷന്മാരാണ് 60-70% ഇപ്പോഴും. എന്താണിത്? ബോഡി കൗണ്ടാണോ സ്ത്രീ? എത്ര പുരുഷന്മാരുടെ കൂടെ അവൾ കിടന്നു എന്നതനുസരിച്ചിരിക്കും യൂസ്ഡ് ആണോ അല്ലേന്ന് നമ്മൾ തീരുമാനിക്കണ്ടേ. 2 പേരേ ഉള്ളൂ. വെർജിനാണോ? ഇതൊക്കെ എന്താണ് കച്ചവട ചരക്ക്? നല്ല ജാതിക്കാൻ നോക്കിയെടുക്കാം, നല്ല മാങ്ങ നോക്കിയെടുക്കാം, മൽഗൂവയാണോ മറ്റേ ഇതുപോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നിർമ്മ ഞാൻ വിചാരിക്കും ദൈവമേ ഇയാൾ എന്നെ മൽഗൂവയായിട്ടാണോ കാണുന്നത് അതോ മറ്റേ നാട്ടുമാങ്ങയായിട്ടാണോ കാണുന്നത്? ബേസിക്കലി ഐ ബിക്കം എ ചരക്ക്. എനിക്ക് അല്ല, പക്ഷെ ഇങ്ങനെ പറയുന്നിടത്ത് പോലും ഒരുപാട് പേര് ഉപയോഗിച്ച ഒരു സ്ത്രീ, ഒബ്ജക്റ്റിഫൈ അല്ല, ഒരുപാട് പേര് ഉപയോഗിച്ച ഒരു സ്ത്രീ എന്ന് തന്നെ വിചാരിക്കാം. ആ സ്ത്രീയിലേക്ക് പോലും പുരുഷന്മാർ ആകർഷ്ടരാവുന്നുണ്ട്, അവരുടെ പുറകെയും പോകുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത സൈക്കോളജി. ഇത് ഉപയോഗിച്ച സ്ത്രീ എന്നൊന്നും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവർക്കറിയാം ഇതൊക്കെ വെറുതെ ആണെന്ന് അറിയാം. സ്ത്രീക്ക് മറ്റേ മസിൽ കൺട്രാക്ഷനും ഉണ്ട്. മസിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ വെജൈന ഉപയോഗിച്ച് നശിപ്പിച്ചു. ഇതൊന്നും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പരിപാടിയുള്ളൂ. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 50-60 വയസ്സ് കഴിയുമ്പോഴത്തേന് എറോഷ്യൽ സ്പേസ് ഇല്ലാത്ത പുരുഷനെ അപ്പോഴും സ്ത്രീ സഹിക്കുന്നുണ്ട്. അപ്പോഴവർക്ക് പോസിബിൾ ആണ്. എൻ്റെ കോഴ്സ് ആരാണ് അപ്പൊ ശരിക്കും ഉപയോഗിച്ച് തീർന്ന ആൾക്കാർ? പുരുഷന്മാരാണ്. ഒരു 60 വയസ്സ് കഴിയുമ്പോൾ യൂസ്ലെസ് ആണ്. സോറി, എന്നോട് ക്ഷമിക്കുക. അങ്ങനെയല്ല, പല മാർഗങ്ങളും സ്ത്രീക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു ഇൻഡിക്കോഴ്സിലല്ല ഒരു പുരുഷൻ പറയും ലിംഗം, അല്ലെങ്കിൽ അവൾക്ക് ഞാൻ പണി കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ പുരുഷത്വം തെളിയിച്ചു കൊടുക്കാം.
പുരുഷത്വം അല്ല നിങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെന്ന്, ശരീരം ഉണ്ടെന്ന്, നിങ്ങൾക്ക് എറക്ഷൻ ഉണ്ടാകുമെന്ന്, ഇജാക്കുലേഷൻ സംഭവിക്കുമെന്ന് നിങ്ങൾ തെളിയിക്കും. പുരുഷനാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. അതെങ്ങനെ തെളിയിക്കാൻ പറ്റുന്നത്? പുരുഷത്വം സെക്സിലൂടെ തെളിയിക്കാവുന്നതാണ് ഇവരുടെ വിചാരം. അല്ല, ഈ സൗത്ത് ഭാരതത്തിന്റെ താഴെ നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ കുറ്റം പറയുന്നത് പുരുഷന്മാരാണ്. അവരെ രാത്രിയിൽ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ഈ പുരുഷന്മാർ തന്നെയാണ്. ഇത് എല്ലാ സ്പേസിലും നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് മറ്റേ രാവിലെ പല്ല് തേക്കുന്ന മുതൽ അവസാനം വരെ പരസ്യം മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് വെരി, ഇവർ കാണിക്കുന്ന അട്രോസിറ്റികൾ, നമ്മൾ അട്രോസിറ്റി എന്ന് പറയുന്നത്, അതായത് ഫോറിൻ കൺട്രിയിലൊക്കെ ഉണ്ട്. ഇപ്പം ഞാനും ഭർത്താവും ഭാര്യയുമാണ് നമ്മളെങ്കിൽ ഞാൻ തനിക്കെതിരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു സാധനം ദേഷ്യം വന്നിട്ട് എറിഞ്ഞെന്ന് വെച്ചോ, പരിപാടി തീർന്നു. പോലീസ് വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ കൊലപാതക ശ്രമം നടത്തിയത് തന്നെയാണത്. ഇവിടെ നാട്ടില് ചുറ്റിയെടുത്ത് തലച്ചടിച്ചാലും പറയും ചത്തില്ലല്ലോ, 2 സ്റ്റിച്ചല്ലേ ഉള്ളൂ, ഭർത്താവല്ലേ അങ്ങ് ക്ഷമിച്ചേക്കാൻ. പോലീസുകാരാണ് ഇത് പറയുന്നത്. ഇവിടെ നിയമം നടപ്പിലാക്കിയാൽ പോലെ. താൻ കുടുംബ സംരക്ഷണം, ഇത് ജനമൈത്രി പോലീസ് സ്റ്റേഷനിലല്ലായിരിക്കും മറ്റേ DGPയുടെ അടുക്കലോ അല്ലെ ഹയർ ഒഫീഷ്യലിന്റെ അടുക്കലോട് ചെല്ലുമ്പോഴും ഇതേ സംസാരമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്. അല്ലെങ്കിൽ അപ്പൊ വേറൊരു പരിപാടിയുണ്ട് പുരുഷന്മാർക്ക്. സ്ത്രീകൾ കുറച്ച് നേരത്തെ ചോദിച്ചില്ലേ, ഒരുപാട് പേരുടെ കൂടെ പോയ സ്ത്രീ ആണെങ്കിലും പുരുഷന്മാർ അട്രാക്റ്റഡ് ആയിട്ട് അവളുടെ പുറകിന് പോകുന്നത്. ബേസിക് പ്രശ്നം ഇവന്റെ ഇൻസെക്യൂരിറ്റിയാണ്. എന്ത്? ഇവർ ഒരുപാട് പേരുടെ കൂടെ പോകുന്നത്. അല്ലാതെ സ്ത്രീയുടെ ശരീരം ഉപയോഗിക്കപ്പെട്ട അതൊന്നും അല്ല. ശരീരം അങ്ങനെ ഉപയോഗിച്ചാലൊന്നും തീരുന്ന ശരീരം അല്ലത്. ഇതെന്ത് പറയുന്നത്? അങ്ങനെ ഒന്നും നടക്കത്തില്ല. ഇത് പോസിബിൾ അല്ല. അങ്ങനെ അല്ലല്ലോ എൻ്റെ സ്ട്രക്ചർ. പ്രസവിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലി ഉണ്ടാവാത്തൊരു വ്യക്തിയാണ്. സെക്ഷൽ ഡിസയർ കുറയാനോ ശരീരത്തിന് ബുദ്ധിമുട്ട്, അത് ഞാൻ പണിയെടുത്തു. അതിന് വേറെ കാര്യം, അത് പണിയെടുത്ത് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാൻ തെളിയിച്ചു കാണിച്ചു. അതായത് എൻ്റെ ശരീരം എനിക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, ഇഷ്ടമുള്ള രീതിയിൽ. പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം ഇനി ആരും നോക്കാതെ എന്നെ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം. എനിക്ക് എന്നെ നോക്കണ്ടേ? ഞാൻ കണ്ണാടിയിൽ എന്നെ നോക്കുന്നു, എന്നെ കാണുന്നു. സോ ബേസിക്കലി ഇവന്മാരുടെ ഇൻസെക്യൂരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്. അവനുമായിട്ടുള്ള സെക്സ് കുറച്ചുകൂടെ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ അപ്രോച്ച് ആയിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണൽ സ്പേസുകളിലുള്ള സൈസുകളിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ ചിന്തിക്കുമെന്ന് വെച്ചിട്ട് കമ്പയർ ചെയ്യും ഒരാളുടെ. സ്റ്റുപ്പിഡ് മെന്റാലിറ്റി. ഇവർക്ക് ഇതുവരെ മനസ്സിലാത്ത ഒരു കാര്യമാണ് ഒരു സ്ത്രീ എന്താണ് ആഗ്രഹിക്കുന്നുള്ളത്. ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരുപാട് പേരുടെ കൂടെ പോയൊരു സ്ത്രീ ആണെങ്കിൽ പോലും വേറൊരു പുരുഷൻ്റെ കൂടെ ഇന്ന് ജീവിക്കുന്നുണ്ട്. അത് അവളുടെ ചോയ്സ്, അവളുടെ തീരുമാനമാണ്. ആ സമയത്ത് അവനെ മാത്രം കണ്ടിട്ടാണ് അവളവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലേ? ഇതിനു മുമ്പ് പോയിട്ടുള്ളതാണെങ്കിൽ മണ്ടറാണോ താൻ? തനിക്ക് കമ്മിറ്റ്മെന്റ് തരുമ്പോൾ താനത് എടുത്താൽ പോരെ. താൻ എന്തിനാണ് ഈ പറയുന്നത് നീ പണ്ട് അവൻ്റെ കൂടെ പോയപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു? അപ്പം നമുക്ക് ചൊറി വരും. അപ്പം നീ അവളുടെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. കടാ ഇവള് പണ്ടുള്ളത് സംസാരിക്കും, എന്നെ ഇങ്ങനെ പറയും, ഇവള് മറ്റേതാണ്, ഇവള് ടോക്സിക് ആണ്, അതാണ് ഇതാണ്. എക്സ്ക്യൂസ് മീ, ഐ ഡോണ്ട് വാണ്ട് എനി റിലേഷൻഷിപ്പ്. മോസ്റ്റ്ലി എൻ്റെ അടുക്കലോട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് സ്പേസുകളാണ്. അല്ല നമുക്കൊരു ഇൻട്രാക്ഷൻ ആണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ കാണിക്കും, ഓപ്പണായിട്ട് പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അതിനൊരു സംശയമില്ല. പക്ഷെ എനിക്ക് തോന്നാറില്ല. ബേസിക്കലി ഒരു ക്യാരക്ടറിനോടുള്ളൊരു അട്രാക്ഷൻ ഇല്ലേ ഒരു സ്ത്രീക്ക്? ഒരു വ്യക്തി, ഒരു പുരുഷനോട് ഏറ്റവും കൂടുതൽ സ്ത്രീക്ക് അട്രാക്ഷൻ തോന്നുന്നത് അവൻ്റെ ഒരു കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ അവൻ്റെ ഒരു സ്റ്റെബിലിറ്റി, അവൻ കാണിക്കുന്ന ഒരു എന്താ പറയുന്നത് ധൈര്യം, അവനിലുള്ള ധൈര്യമാണ്. അല്ലാതെ സ്ത്രീയെ സംരക്ഷിക്കുക. എന്നെ ഒരു പുരുഷൻ വന്നിട്ട് ഞാൻ നിന്നെ നോക്കിക്കോളാം, എന്നെ നോക്കണ്ട, നിന്നെ നോക്കുക വൃത്തിയായിട്ട്. നിന്റെ തലച്ചോറ്, നീ എൻ്റെ കൂടെ നടക്കാൻ യോഗ്യനാണെന്ന് നീ സ്വയം ചിന്തിക്കുക. അല്ലാതെ ഞാൻ എന്തിനാ പറയാവുന്ന? അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട്ണറിൽ കണ്ടെത്തേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒരു നല്ല ജീവിതം മുന്നോട്ട് ലോങ് ടേം പോവാനായിട്ട്? ഇപ്പൊ നമ്മളുടെയൊക്കെ റിലേഷൻഷിപ്സ് പലതും ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്നുണ്ട്. എന്തൊക്കെയാ റീസൺസ് എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത വിധത്തിൽ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഒരു ലോങ് ടേം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്പേസിൽ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ അത് റിലേഷൻഷിപ്പ് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, നമുക്ക് തോന്നുന്നു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവല്ലോ, ഈ ഇൻഡ്യൂഷൻസ്, നമ്മുടെ ഒരു സെൻസ് വർക്ക്, അയ്യോ അതെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നില്ലേ? അത് പ്രശ്നം ഉണ്ടായിട്ടാണ്. അതിന് നമ്മൾ ഇഗ്നോർ ചെയ്യല്ലേ. നമ്മളുടെ ഇന്നർ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യുന്ന സ്പേസിൽ ഇന്ന ആളാണ് നല്ല പുരുഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വളരെ കൺസിസ്റ്റൻസി ഉള്ള, വാക്ക് പാലിക്കുന്ന, അതായത് നമ്മളുടെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പം പുരുഷന്മാർക്ക് അട്രാക്ഷൻ തോന്നും ബാക്കിയുള്ള സ്ത്രീകളോട്, എനിക്ക് അതിനകത്തൊന്നും ഒരു കാര്യം തോന്നുന്നില്ല. ഇപ്പോൾ ഒരു ഓപ്പണായിട്ട് എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു പുരുഷൻ വേറെ സ്ത്രീനെ നോക്കി എനിക്ക് പ്രശ്നമില്ല. പക്ഷെ വേറെ സ്ത്രീക്ക് അവൻ കൊടുക്കുന്ന സ്പേസിൽ എൻ്റെ സ്പേസ് കോംപ്രമൈസ് ആവരുത്. ബിക്കോസ് ഞാൻ നിനക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്, ഞാൻ എന്തൊന്ന് വാഴയാണ് ഇവിടെ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്? അല്ലല്ലോ, കൊലയാകുമ്പോൾ നിനക്ക് വന്ന് വെട്ടിയിട്ടെടുക്കുക അല്ല. I'm a walking human being. ഞാൻ നിന്റെ കൂടെ നടക്കുന്ന സമയത്ത് നിന്റെ റെസ്പെക്റ്റ് ആണ് എൻ്റെ റെസ്പെക്റ്റ് എന്ന് നീ മനസ്സിലാക്കണം. അല്ല നീ കണ്ട പിള്ളേരെ വായി നോക്കുമ്പോൾ എനിക്കല്ല പ്രശ്നം, എനിക്ക് നാണംകേടാണ്. I'm not enough for you that you're showing to others. Or like, I'm a person like this, I can do. എൻ്റെ നാണംകേട് അതാണ്. അല്ലാതെ നീ വേറെ സ്ത്രീയോട് ഫിസിക്കലി പോകുന്ന, എനിക്ക് എന്നെക്കുറിച്ച് ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല, എനിക്ക് എന്നെക്കുറിച്ച് ഒരു പ്രശ്നമില്ല. നീ പോകുന്നത് നിന്റെ പ്രശ്നമാണ്. പക്ഷെ അത് ഞാനിവിടെ പേരണ്ടേ?
ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നടന്നിട്ട് വേറൊരു പുരുഷൻ്റെ കൂടെ പോകുമ്പോൾ നീ എന്ത് വിചാരിക്കുന്നത്? ഓ അപ്പൊ എന്നെ പോരാഞ്ഞിട്ടല്ലേ നീ പോയത്? അല്ല, അപ്പൊ ഒരു പുരുഷന് വേണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ വേറൊരു സ്ത്രീയോട് കൂടെ പോകരുത് എന്നുള്ളത് മാത്രമാണോ? അല്ലല്ല. അവന് വേറൊന്നും വേണ്ടേ? ഏജ് മാറ്റർ ആണോ, അല്ലെങ്കിൽ അവന്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ അവൻ നമുക്ക് പോകരുതെന്ന് ഒരു പുരുഷൻ പോകാതിരിക്കണമെന്നോ അല്ലെ നോക്കാതിരിക്കണമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നീ അതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിനും അക്കൗണ്ടബിലിറ്റി നീ എടുക്കുക. ഞാൻ എത്ര ചീത്തയാണെന്ന് ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. പക്ഷെ നീ ചെയ്യുന്ന പ്രവൃത്തി അത് നിന്റേതാണെന്ന് നീ സമ്മതിക്കുക. അതായത് അവൻ അവിടെ ഇത് ചെയ്തു വന്നിട്ട് നീ കാരണമാണെന്ന് പറയരുത്. അത് എന്തുമാണേലും. പിന്നെ ഏജ് മാറ്റർ ആണോ എന്ന് ചോദിക്കുന്നത്. ഏജിന്റെ ഒരു ഫാക്ടർ ഞാൻ പറയാം. എനിക്ക് ഈ അടുത്തിടെയുള്ള പ്രപ്പോസലുകൾ വന്നത് മുഴുവൻ എന്നെക്കാൾ ഒരു 10 വയസ്സിനെങ്കിലും ഇളയതായിട്ടുള്ള ആളുകളായിരിക്കും. ഭയങ്കര അഡ്മിറേഷനിലും ഭയങ്കര ഇതിലും വന്ന് എനിക്കാണെങ്കിൽ പേടിയാണ്. അപ്പോഴേ മറ്റേ റെഡ് ഫ്ലാഗ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറ്റേ കൂട്ടൊക്കെ കൂടെ വരും. ഞാൻ വിചാരിക്കും കമ്മ്യൂണിസ്റ്റ് സഭയാണ്, അത്ര റെഡ് ഫ്ലാഗ് വരും. ഒപ്പം എന്നാലും ഞാൻ വിചാരിക്കും ഓക്കെ ഇത്ര കാലം വിചാരിച്ച പോലെ അല്ല ദിയ, ഇതിലൊരു പോസിറ്റീവായ ഒരു സാധനം കണ്ടു. നീ എല്ലാ പുരുഷന്മാരെയും ഒരുപോലെ കാണരുത്. എന്ത് എല്ലാ പുരുഷന്മാരും വ്യത്യസ്തരല്ലേ? അപ്പൊ ഇത് വേറൊരു പുരുഷനാണ്, വേറൊരു അപ്രോച്ചാണ്. അപ്പോൾ അവർ ആദ്യം വന്ന് പറയും ഏജ് മാറ്റർ അല്ല, നിങ്ങളുടെ കരിസ്മ, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ അപ്രോച്ച്, നിങ്ങളുടെ കോൺഫിഡൻസ്, അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ശരിയാണ്, കാരണം അവൻ ബേസിക്കലി ഇൻസെക്യൂർ ആയ ഒരു പുരുഷനായതുകൊണ്ട് അവൻ എൻ്റെ കോൺഫിഡൻസ് അട്രാക്ട് ചെയ്തു. ഇപ്പം ഇവർ പിന്നെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളുടെ അടുക്കളെ ഇവർ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്നതും അല്ലെ കുറച്ച് ജിംഗ്ലാന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളെ ആയിരിക്കും ഇവർ വരുന്നത്. ബേസിക്കലി യങ്ങർ ബോയ്സ് വന്നിട്ട് അവർ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആവും. ഈ പറയുന്ന ഗ്യാസ് ലൈറ്റിംഗ് നടത്തി, ബ്രെഡ് ക്രംബിങ് നടത്തി, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റാറ്റസ് കോ സാധനങ്ങളും ഉണ്ടല്ലോ പുരുഷന്മാരുടെ, അതെല്ലാം ചെയ്യും. എനിക്ക് ഈ റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൽ ഇതെല്ലാം ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും ഓ ഇത്ര സ്നേഹം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല, ഇത്ര അറ്റൻഷൻ നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല, ഓക്കെ ഇതിന് സസ്റ്റൈനബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ബട്ട് ഈ സസ്റ്റൈനബിൾ അല്ലാതാകുന്ന എപ്പോഴാണെന്നറിയാം, നമ്മളൊരു ചോദ്യം ചോദിക്കണം അവരോട്. എന്തിനാണ് അത് ചെയ്തേ? എന്തും ആയിക്കോട്ടെ, അത് ശരിയായില്ല നിങ്ങൾ ചെയ്തത്, ഇത്രയും മതി. പിന്നെ ഇവർ അതിനപ്പം അവർ മറുപടി പറയാതെ ഇവർ വെയിറ്റ് ചെയ്തിരുന്നിട്ട് വേറെ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ മണ്ടയിലോട്ട് ഒരു കൂടെ ക്വസ്റ്റ്യൻ കൊണ്ടിടും. നമ്മൾ വിചാരിക്കും പച്ചോനെ നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തോ, ഇവനോട് നമ്മൾ എന്തോ ക്രൂരമായി ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം. ചിലപ്പോൾ തല്ലും, ചിലപ്പം നമ്മളെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാം, എന്തായാലും ഭയങ്കര വെർബൽ അബ്യൂസിങ് ഒക്കെ നടത്തും. അപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെന്തോ തെറ്റ് ചെയ്തു. മനസ്സിലായോ? കാരണം ചെറുപ്പക്കാരനല്ലേ നമ്മളെക്കാൾ, നമ്മൾ 10 വയസ്സിന് മൂത്ത് മെച്യൂരിറ്റി ഉള്ള ഒരു സ്ത്രീ ആകണമല്ലോ. എന്റെ പ്രശ്നം മുഴുവൻ ഈ മെച്യൂരിറ്റി കാണിക്കാൻ വേണ്ടി ഞാൻ ഈ കാണിക്കുന്ന വൃത്തികേടും പറയുന്ന സാധനം എല്ലാം എടുത്തു വെക്കണമല്ലോ. എന്നിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആരോടെങ്കിലും പുറത്ത് പറഞ്ഞാലോ, പ്രായപൂർത്തിയാവാത്ത ചെറുപ്പക്കാരൻ 18 വയസ്സേ 18 വയസ്സേ അവനായുള്ളൂ, 28 വയസ്സ് അവനായുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത് സീരിയസ് ആയിട്ടും ഒരു പയ്യൻ കുഞ്ഞാ വാവാ. സത്യമായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പേടിയാണ്. എന്നോട് യങ് ബോയ്സ് ഇപ്പോൾ വന്നിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴും മെച്യൂരിറ്റി കണ്ട് സ്ത്രീകളുടെ പറയുന്ന ഇത് അവരുടെ ഇൻസെക്യൂരിറ്റി ഭാഗവും, അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം. എൻ്റെ അടുക്കൽ ഇത്ര സ്ത്രീകൾ വരുമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് നടക്കാൻ പറ്റുമെന്നും ഞാൻ കണ്ടില്ല, ഇത്രയും വലിയൊരു സ്ത്രീനും എൻ്റെ പ്രൊട്ടക്ഷൻ്റെ അടിയിൽ നിൽക്കാൻ പറ്റുമെന്നും ഒക്കെ കാണിക്കാനുള്ളൊരു ത്വരയാണ്. അതിനകത്ത് ഒരു ലോങ് സസ്റ്റൈനബിൾ സാധനങ്ങളില്ല. ഈ സസ്റ്റൈനബിൾ റിലേഷൻഷിപ്പാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാക്ക് പാലിക്കുന്ന പുരുഷന്മാരെയും നമുക്ക് വേറെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ്. അതെ, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അല്ലെ, എന്ത് ഗ്രോത്ത് ആണ് നമുക്ക് ശരിക്കും വേണ്ടത്? കരിയർ വൈസ് ആയിരിക്കാം, മാനസികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ. വി ഹാവ് ടു ഗ്രോ ഇൻ അവർ ലൈഫ്. ആ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് അത് കുറച്ച് നമുക്ക് ക്രിഞ്ചാണെന്നോ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്നോ ഇറിറ്റേഷൻ ഉള്ളതാണെന്നോ തോന്നിയാൽ പോലും നിൽക്കാം. അതിലിപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആവണമെന്നോ എന്താണെങ്കിലും കുഴപ്പമില്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ 2 പേർക്കും ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് ഒരു റിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിന് നമ്മൾക്ക് ഈ പറയുന്ന മറ്റേ പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഒന്നും പറയാനൊന്നും ഇല്ല. പക്ഷെ 2 വ്യക്തികളുടെ തന്നെയാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കാരണം എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഞാൻ ലിവിങ് ടുഗദർ നിന്നാൽ എന്നെ സമൂഹം എങ്ങനെ കാണും, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്നെ സമൂഹം എങ്ങനെ കാണും, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്നെ എങ്ങനെ സമൂഹം എങ്ങനെ കാണും, സമൂഹത്തിന്റെ അതിൽ തന്നെയാണ് എല്ലാ ആളുകളുടെയും തീരുമാനങ്ങൾ പോകുന്നത്. നമ്മൾ നരകിച്ച് ജീവിച്ചാലും കുഴപ്പമില്ല, സമൂഹത്തിന്റെ കാഴ്ചയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം, സമൂഹം, കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് അഫയേഴ്സ് നിൽക്കുന്ന 3 തട്ടിലാണ്. ഇതിനെ 3നെയും കൂടെ അലൈൻ ചെയ്ത് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ഈ ആളുകൾ വിചാരിക്കുന്ന പരിപാടിയിൽ നടക്കില്ല. അതിനൊരു ബേസിക് ലൈൻ ഉണ്ടാക്കണം. മനസ്സിലായി? ഇതിനൊക്കെ പണിയെടുത്താലേ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ കുറെ കൊഴുക്കട്ടെ എല്ലാം കൂടെ കുരുട്ടിയാ ഇതിനകത്ത് പറയാം അത് ഇത് ചപ്പ് ചവറൊക്കെ ഇട്ട് അവിയലും അത് അവിയലാണെന്ന് പറഞ്ഞിട്ട് കൊടുത്ത് എന്താ കുറച്ച് മീനിട്ടൊക്കെ മീനവിയൽ, ഇറച്ചിയുടെ ചിക്കൻ അവിയൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഫീഡ് ചെയ്യുവാണ് പുതിയ സാധനങ്ങൾ. യു ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്.
ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു നിയമഘടനയിൽ തന്നെ നോക്കിയത് എത്ര സ്ത്രീകളാണ് അവിടെ ഉള്ളത്. അവർ പറയുന്ന സ്ത്രീകൾ കേപ്പബിൾ അല്ലാന്ന്. എഴുതിയ എന്നോട് എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ്. നോക്കൂ, എഴുതിയ എല്ലാ ബുക്കുകളും പുരുഷന്മാരാണ്. ഞാൻ പറഞ്ഞു അവൻ്റെ എല്ലാം പുറകിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സ്ത്രീ, അവന് വീട്ടിൽ ആഹാരം കഴിക്കാൻ തിരിച്ചു ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നതാനും അവന് പുറത്തിറങ്ങി നടക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് ഇതേ സ്ത്രീകളാണ്. അപ്പം വെറുതെ ഉണ്ടാവില്ല ഇതൊന്നും. അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളത് മാത്രമാണ് ഈ പുരുഷന്മാരുടെ പ്രശ്നം. അവർ ചെയ്യുന്ന പണിയിൽ അവർ ഒരു സാധനം ഞാനിത് ചെയ്തതാണെന്ന് പറയില്ല, ഞാൻ എൻ്റെ തെറ്റുകൊണ്ടാണെന്ന് പറയില്ല. അല്ലെങ്കിൽ എന്താ പറയാ, എൻ്റെ തെറ്റുകൊണ്ടാണെന്ന് പറഞ്ഞു, കണ്ടില്ലേ ഞാൻ എത്ര മഹാനാണ്. ഇവിടെ നോട്ട് ഓൾ മെൻ എന്നുള്ളൊരു ടാഗ് വരുമോ? അതാണല്ലോ പ്രശ്നം. ഞാൻ പറയുന്നത് പുരുഷന്മാരൊരു പ്രശ്നമല്ല, പുരുഷന്മാരല്ല പ്രശ്നം, പുരുഷ ചിന്താഗതിയാണ് പ്രശ്നം. അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അത് പെണ്ണുങ്ങൾക്ക് 90% ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പെണ്ണിന്റെ ശത്രു എന്ന് പറയുന്നത് നമ്മളെല്ലാം ഇതിനകത്ത് മെയിൽ ഗേസിനകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പുരുഷ മേധാവശ്യം, പുരുഷ സ്ട്രക്ചറിനകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാനും താനും നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരും കാണുന്നവരും എല്ലാവരും. സോ ബേസിക്കലി നമ്മൾ ഈ സ്ട്രക്ചറിനോടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിന്താഗതിയോടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ ഡ്രസ്സ് മാറ്റിയാലേ പീഡനം ഒഴിവാകുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീയുടെ സംസാരം ശരിയായാലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറയുന്നൊരു ലോകമാണ് ഇതിപ്പം. ഞാൻ ചരിത്രം എടുത്ത് ചോദിക്കാനാണ്. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പണ്ട് ഈ പറയുന്ന ചുവർ ചിത്രങ്ങൾ കമസൂത്രയിലുള്ള അതേ എപ്പിക് സാധനങ്ങൾ എല്ലായിടവും ഉണ്ട്. അമ്പലങ്ങളിൽ ഒരുപാട് അമ്പലങ്ങളിലുണ്ട്. അപ്പൊ അതൊരു എന്തുകൊണ്ടാണ് അന്ന് സ്ത്രീയുടെ ശരീരത്തിനും ബഹുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഒബ്ജക്റ്റ് ചെയ്ത് ഒബ്ജക്റ്റ് ആക്കി വെക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ പോയിട്ട് അമ്പലത്തിൽ നിന്ന് മാസ്റ്റുർബേറ്റ് ചെയ്തത് ഉറപ്പാണ്. എന്താണ് ആ അമ്പലത്തിൽ നിന്ന് മാസ്റ്റുർബേറ്റ് ചെയ്യാത്തത്? ആ റെസ്പെക്ട് ഉണ്ടല്ലേ, തിരിച്ചറിവുണ്ടല്ലേ. അവിടെ നിൽക്കുന്ന സ്ത്രീയുടെ ശരീരത്തിന്റെ വടിവും കർവിലും അവന് ഇറക്ഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ അത് ആലോചിച്ച് വീട്ടിലൊന്ന് ചെയ്യുമായിരിക്കും, പക്ഷെ എന്നാലും അമ്പലത്തിന് ആരുണ്ട്. അപ്പൊ അമ്പലത്തിലൊക്കെ അത് എന്തിനാ വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ റെസ്പെക്ട്ഫുൾ സ്പേസ് അല്ലേ? പണ്ട് വരണമാരി അണിയിച്ച് സ്ത്രീകള് വേണ്ട പുരുഷന്മാരെയായിരുന്നു കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. പാഞ്ചാലി 5 പുരുഷന്മാരെ വെച്ചിരുന്നപ്പോഴും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. എന്ത് 5 പുരുഷന്മാരെ അവർക്ക് സ്വീകരിക്കുക, ആ സ്ത്രീക്ക് ആ ബഹുമാനം 5 പേരിൽ നിന്നും കിട്ടി. ഇത്രയും പേര് കുന്തി എത്ര പേരുടെ മക്കളെ ഉണ്ടാക്കി, 5 പേരെ കുട്ടികളെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഗാന്ധാരി എത്ര 100 കുട്ടികളെ 100 പേരിൽ നിന്ന് ഉണ്ടാക്കി എന്ന് പറയുന്നു. ഇതൊക്കെ റെസ്പെക്ട് ആയിരുന്നു അന്ന്. ഇറ്റ് വാസ് എ റെസ്പെക്ട്ഫുൾ സ്പേസ് വെൻ women were having a multiple relationship or multiple partner. That used to be respected at that time. അപ്പോൾ അവരുടെ ബോഡി കൗണ്ട് പ്രശ്നമല്ലായിരുന്നു. ഷി യൂസ് ടു ബി ഗോഡസ്, ഷി യൂസ് ടു ബി ശക്തി, ഇതെല്ലാം ആയിരുന്നല്ലോ. ഈ പറയുന്ന സംസ്കാരം സംരക്ഷിക്കാൻ നടക്കുന്ന ആളുകൾ എബ്രഹാമിക് റിലീജിയന്റെ വരവോടുകൂടിയായിരിക്കും വിക്ടോറിയൻ സംസ്കാരമാണെന്ന് ഉറപ്പാണല്ലോ. നമ്മൾ ബ്ലൗസ് പോലും ഇടാൻ തുടങ്ങിയത്, റൗക്ക് പോലും ഇടാൻ തുടങ്ങി അവിടെ നിന്നാണല്ലോ. ഈ പറഞ്ഞ മോളിക്കുൾ ഫാമിലികളോ കുടുംബമോ ഒക്കെ എവിടെ നിന്നുണ്ടായത്? വിച്ച് ഹണ്ടിങ് എവിടെ നിന്നുണ്ടായത്? സ്ത്രീ സ്വതന്ത്രയായ സ്ത്രീയാണ് ദുർമന്ത്രവാദിനിയാണ് അവള്. സ്വതന്ത്രയായ കംപ്ലീറ്റ് ആയിട്ട് നിന്റെ സ്വാതന്ത്ര്യം നീ മൊത്തം കെട്ടുപാടുകളിൽ നിന്ന് മാറി ചിന്തിച്ച് നിനക്ക് കാണാൻ പറ്റുന്നൊരു ലോകമുണ്ടല്ലോ, അവിടെ നീ വിച്ചാണ്. പൊന്നനു ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യത്തിന്റെ ഓർഗാസമിക് അവസ്ഥ ഒരാൾക്കും തരാൻ പറ്റത്തില്ല. ഒരാളുടെ ചിന്തകൾ നമുക്ക് എനിക്കുള്ളൊരു സന്തോഷമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും, ഞാൻ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോഴും ഭയങ്കര എന്തായാലും ഞാനാണ് സന്തോഷിക്കുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ സന്തോഷിക്കാൻ പാടില്ല, അതാണ് പ്രശ്നം. ഞാൻ സന്തോഷിക്കും.